ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പന്ന രാജ്യമാണ് ജർമ്മനി. യൂറോപ്പിൽ ഏറ്റവും അധികം അവസരങ്ങൾ നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇപ്പോൾ ധാരാളം പേർ ജർമ്മനിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന പുതിയ സാഹചര്യം, സ്കിൽഡ് വർക്കേഴ്സിനെ വെൽക്കം ചെയ്യുന്ന ജർമ്മനിയിലെ സാഹചര്യങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഏതൊക്കെ ജോലികൾക്കാണ് ജർമ്മനിയിലോട്ട് വരാൻ കഴിയുക, ജർമ്മനിയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പുതിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സാധ്യതകൾ കുറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ നൽകുന്ന രാജ്യമായി ജർമ്മനി മാറി. ജർമ്മനി തെരഞ്ഞെടുക്കാനുള്ള പ്രധാന 11 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാന കാരണം സാമ്പത്തികമായി വലിയ മുന്നേറ്റം ഓരോ വർഷവും കാഴ്ചവെക്കുന്ന രാജ്യമാണ് ജർമ്മനി. പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കാര്യത്തിലാണെങ്കിൽ, GDP-യുടെ കാര്യത്തിലാണെങ്കിൽ 4 ട്രില്യണിലധികമാണ് ജർമ്മനിയുടെ സാമ്പത്തിക രംഗം. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിലൊന്നുകൂടിയാണ് ജർമ്മനി. കൂടുതൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേക പ്ലാനുകളാണ് ജർമ്മൻ ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ പ്രധാന കമ്പനികളുടെ ആസ്ഥാനവും ഫാക്ടറിയും ജർമ്മനിയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രധാന കമ്പനിയായ BMW, സീമെൻസ് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ആസ്ഥാനം കൂടിയാണ് ജർമ്മനി. ഹൈ സ്കിൽഡ് പ്രൊഫഷണൽസിന് ഹൈ ഡിമാൻഡ്. സയൻസ്, മാത്സ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി എന്നീ വിഷയങ്ങളിൽ സ്കില്ലുള്ളവർക്ക് വലിയ സാധ്യതകൾ ജർമ്മനി നൽകുന്നു. IT, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മാത്രം ഓരോ വർഷവും ജർമ്മനിക്ക് ആവശ്യമുള്ളത് 4 ലക്ഷത്തിലധികം ജോലിക്കാരെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി പേർ ജർമ്മനിയിലോട്ട് വ്യാപകമായി എത്തുന്നതും. കോമ്പറ്റീറ്റീവ് സാലറി ആൻഡ് ബെനിഫിറ്റ് ആണ് മറ്റൊരു പ്രധാന അഡ്വാൻറ്റേജ്. പല രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജർമ്മനി നൽകുന്നത് ഏറ്റവും മികച്ച സാലറി. മറ്റ് രാജ്യങ്ങളുടെ ആവറേജ് സാലറിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ജർമ്മനിയിൽ ഉയർന്ന സാലറിയാണെന്ന് കാണാനുമാകും. ഏറ്റവും അധികം ഇന്ത്യക്കാർ സെറ്റിൽ ചെയ്യുന്ന പ്രധാന മേഖലയാണ് IT. ജർമ്മനിയിലെ ആവറേജ് ആനുവൽ സാലറി 60,000 യൂറോ. സാലറിക്ക് പുറമെയുള്ള മറ്റ് ബെനിഫിറ്റുകളും വളരെയധികം. ഹെൽത്ത് കെയർ, വെക്കേഷൻ തുടങ്ങിയ പാക്കേജുകളും സാലറിയുടെ ഭാഗമായുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈ ക്വാളിറ്റി ലൈഫ് നൽകുന്ന രാജ്യം കൂടിയാണ് ജർമ്മനി. പ്രത്യേകിച്ചും മ്യൂണിച്ച്, ബെർലിൻ, ഹാംബർഗ് തുടങ്ങിയ പ്രദേശങ്ങൾ. നമ്മുടെ രാജ്യത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ജർമ്മനിയിലുള്ളത്. എല്ലാവർക്കും ജോലി ലഭിക്കുന്ന രീതിയിൽ കൂടുതൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് നൽകുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം. കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഉടൻ തന്നെ അവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന എക്സ്പീരിയൻസും അവരുടെ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നൽകും. വിവിധ മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോഴ്സ് കഴിയുന്നതോടൊപ്പം തന്നെ ജോലി ലഭിക്കുന്ന ആ ഒരു രീതിയാണ് ജർമ്മനി നടപ്പാക്കിയിരിക്കുന്നത്. UK, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കോഴ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ജോലി കിട്ടാനുള്ള പ്രധാന കാരണവും ഇതാണ്. ജർമ്മനിയിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വലിയ വർധനമാണ് ഇപ്പോഴുള്ളത്. അതിന് പ്രധാന കാരണവും ഇത് തന്നെ. കോഴ്സിനോടൊപ്പം തന്നെ അവർക്ക് ലഭിക്കുന്ന പ്രാക്ടിക്കൽ ട്രെയിനിങ് നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു സിസ്റ്റമാണ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം വിദ്യാർത്ഥികൾ ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും പിന്നീട് അവർക്ക് എളുപ്പത്തിൽ ജോലി ലഭിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വലിയ പ്രാധാന്യം നൽകുന്ന രാജ്യം. ജർമ്മനിയിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യുന്നവർക്കും വളരെ എളുപ്പത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ആക്സസ് ചെയ്യാവുന്ന ആ ഒരു രീതിയാണ് നടപ്പാക്കിയിരിക്കുന്നത്. വളരെ എഫിഷ്യൻ്റായ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉള്ള രാജ്യങ്ങളിലൊന്നുകൂടിയാണ് ജർമ്മനി. സിറ്റികളെയും ടൗണുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ബസ്സുകളും ട്രാമുകളും ട്രെയിനുകളും എല്ലാം എപ്പോഴുമുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യൂറോപ്പിൽ എപ്പോഴുമുള്ള ഒരു കാര്യമാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത്. കുറച്ച് ദിവസങ്ങൾ ജോലി ചെയ്യുക, കൂടുതൽ സമയം അവധി ആഘോഷിക്കുക. ഈ ഒരു രീതിയാണ് പല സ്ഥലങ്ങളിലും നടപ്പാക്കിയിരിക്കുന്നത്. ജർമ്മനിയുടെ കാര്യത്തിലാണെങ്കിൽ ആഴ്ചയിൽ ജോലി ചെയ്യേണ്ടത് 38 മണിക്കൂർ മുതൽ 40 മണിക്കൂർ വരെയാണ്. UK-യിലാണെങ്കിൽ അത് 37.5 hours ആണ്. ആനുവൽ ലീവിന്റെ കാര്യത്തിൽ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്രയധികം ആനുവൽ ലീവ് ഒന്നുമില്ല. 4 ആഴ്ചയാണ് ഒരു വർഷത്തിൽ ആനുവൽ ലീവ് ലഭിക്കുക. പെയ്ഡ് ആനുവൽ ലീവ് ആണെങ്കിൽ 30 ദിവസം വരെ ലഭിക്കും. UK-യിലാണെങ്കിൽ ആനുവൽ ലീവ് 6 to 8 വീക്സ് ആണ് ഒരു വർഷത്തിൽ ലഭിക്കുക. ആനുവൽ ലീവ് അല്പം കുറവാണ് ജർമ്മനിയിലെങ്കിലും മറ്റ് സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായും നല്ലൊരു വർക്ക് അറ്റ്മോസ്ഫിയർ തന്നെയാണ് ജർമ്മനിയിൽ നൽകുക. വലിയൊരു അഡ്വാൻറ്റേജ് മൾട്ടി കൾച്ചറൽ അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഇപ്പോൾ ജർമ്മനിയിൽ ഇത്രയധികം വേക്കൻസികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിരവധി രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പേർ ജർമ്മനിയിലോട്ട് ജോലിക്കായി എത്തുന്നു. അവിടെ സെറ്റിൽ ചെയ്യാനായി ആരംഭിച്ചിരിക്കുന്നു. ഇതെല്ലാം ജർമ്മനിയിലെ പ്രധാന സിറ്റികളിലെല്ലാം മൾട്ടി കൾച്ചറൽ സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നു. സ്കിൽഡ് മൈഗ്രൻസിനെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി ബ്ലൂ കാർഡ് സിസ്റ്റം കൊണ്ടുവന്നു. 33 മാസം കഴിയുമ്പോൾ PR ലഭിക്കുന്ന ഓപ്ഷനുകളും ജർമ്മനി നൽകി. ഇത്തരം വലിയ സാധ്യതകളാണ് വിദേശ ജോലിക്കാർക്ക് ജർമ്മനി എപ്പോഴും ഒരുക്കിയിരിക്കുന്നത്. സ്ഥിരമായി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു പ്രധാന അഡ്വാൻറ്റേജ് ആണ് സോഷ്യൽ സെക്യൂരിറ്റിയിൽ ഗവൺമെന്റ് നൽകുന്ന പ്രാധാന്യം. അതനുസരിച്ച് ക്രൈം റേറ്റിൽ വലിയ കുറവാണ് ജർമ്മനിയിൽ പൊതുവായി രേഖപ്പെടുത്തുന്നത്. അതുമാത്രമല്ല, സ്ഥിരമായി സെറ്റിൽ ചെയ്യുന്നവർക്ക് പ്രായമാകുമ്പോൾ അവർക്ക് ഗവൺമെന്റ് നൽകുന്ന സപ്പോർട്ടും കെയറും വളരെയധികമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫ്രീ ഹെൽത്ത് കെയർ ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് ജർമ്മനി നടപ്പാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, കെയർ ഹോം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രായമായവർക്ക് കൂടുതൽ കെയർ നൽകുന്നതിന് വേണ്ടിയുള്ള വിപുലമായ സംവിധാനങ്ങളും ജർമ്മൻ ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നു. കുറെ കാലം ജർമ്മനിയിൽ താമസിച്ചതിന് ശേഷം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് ജർമ്മനിയിലുള്ളത്. ഏറ്റവും പ്രധാനമായുള്ളത് ജർമ്മനിയിൽ കുറെ കാലം ജോലി ചെയ്തതിനു ശേഷം തൊട്ടടുത്ത രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാം. അതല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഭാഗമായതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിലോട്ട് മൂവ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇത്രയധികം വെൽക്കമിംഗ് ആയിട്ടുള്ള രാജ്യം, നിരവധി ഓപ്പർച്യൂണിറ്റീസ് മറ്റു രാജ്യക്കാർക്ക് നൽകുന്ന രാജ്യം. എങ്കിലും ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ജർമ്മനിയിൽ നിന്ന് വരുന്നത് അത്ര അനുകൂലമല്ല. ഇപ്പോൾ പുതുതായി ജർമ്മനിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഒട്ടേറെ പ്രശ്നങ്ങളാണ് ജർമ്മനിയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അഭയാർത്ഥികളെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ജർമ്മനി എപ്പോഴും സ്വീകരിച്ചത്. എങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവങ്ങൾക്ക് ശേഷം ജർമ്മനിയിലെ നിയമങ്ങൾ മാറ്റാൻ
ഗവൺമെൻറ് പെട്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ജർമ്മനിയിലെത്തിയ ഒരു അഭയാർത്ഥിയാണ് അവിടുത്തെ സോലിങ്കൻ സിറ്റിയിൽ വെച്ച് 3 പേരെ കുത്തിക്കൊലപ്പെടുത്തുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലെ കുറ്റവാളി. അഭയാർത്ഥിയായി എത്തി അഭയാർത്ഥി വിസ നിരസിച്ച് ജർമ്മനിയിൽ കഴിയുന്ന വ്യക്തിയാണ് ഇത്തരമൊരു ആക്രമണം നടത്തിയത്. അതിനുശേഷമാണ് ജർമ്മനിയിൽ വ്യാപകമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിച്ചതും ഇല്ലീഗൽ മൈഗ്രൻസിനെ തിരിച്ചയക്കണമെന്ന ആവശ്യം രാജ്യത്ത് ശക്തമായതും. ക്രിമിനലുകൾക്ക് എളുപ്പത്തിലെത്താൻ കഴിയുന്ന രാജ്യമായി ജർമ്മനി മാറിയെന്നും ഈ നില തുടരാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യങ്ങളാണ് പ്രക്ഷോഭങ്ങളിൽ മുഴങ്ങിയത്. ജർമ്മനിയിലെത്തി അസൈലം വിസ നിരസിച്ച വ്യക്തി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും 3 പേർ കൊല ചെയ്യപ്പെടുകയും ചെയ്തതിനു ശേഷം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് അയാൾ സിറിയയിൽ നിന്നും എത്തിയതാണെന്നും തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമുള്ള വ്യക്തിയുമെന്നുമാണ്. അതുകൊണ്ട് തന്നെ ക്രിമിനലുകൾക്ക് എളുപ്പത്തിൽ ജർമ്മനിയിലോട്ട് വരാൻ കഴിയുന്ന ഈ ഒരു സാഹചര്യം ഇല്ലാതാക്കണമെന്നും ഇപ്പോൾ നിലവിലുള്ള ഇല്ലീഗൽ മൈഗ്രൻസിനെ എത്രയും വേഗം തന്നെ അവരുടെ രാജ്യങ്ങളിലോട്ട് തിരിച്ചയക്കണമെന്ന ആവശ്യവുമുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഗവൺമെന്റ് കർശന നടപടികൾക്ക് തുടക്കമിട്ടതും. ഇത്രയും നാളും ജർമ്മനിയിലോട്ടുള്ള വിസ ആപ്ലിക്കേഷനുകളൊക്കെ ഡിലേ ആയിരുന്നു. വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ മാസങ്ങളോളം എടുക്കുമായിരുന്നു. ആ ഒരു സാഹചര്യങ്ങളെല്ലാം ഗവൺമെന്റ് ഇല്ലാതാക്കി എത്രയും വേഗം തന്നെ സ്കിൽഡ് വർക്കേഴ്സിന് വിസ നൽകാനുള്ള തീരുമാനം ഉണ്ടായതിനു ശേഷമാണ് വളരെ പെട്ടെന്ന് തന്നെ വിസ അനുവദിക്കാനുള്ള സിസ്റ്റം നിലവിൽ വന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ജർമ്മനിയിൽ വരാനും സെറ്റിൽ ചെയ്യാനുമുള്ള അവസരം നോൺ EU കൺട്രീസിലുള്ള സ്കിൽഡ് മൈഗ്രൻസിന് ലഭിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ സ്കിൽഡ് വർക്കേഴ്സിന്റെ വിസ നിയമങ്ങൾ എളുപ്പമാക്കണമെന്ന ആവശ്യമാണ് കുറെ കാലമായി ഉണ്ടായിരുന്നത്. അതിലാണ് ഗവൺമെന്റ് തീരുമാനമെടുത്തതും വളരെ പെട്ടെന്ന് തന്നെ വിസ പ്രോസസ് ചെയ്ത് ജർമ്മനിയിലോട്ട് വിദേശ ജോലിക്കാർക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായതും. ജോലി സ്ഥലങ്ങളിൽ കൂടുതൽ പേരെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് ജർമ്മനി നടപ്പാക്കിയത്. അതനുസരിച്ച് ഏതെങ്കിലും ഒരു വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് ജർമ്മനിയിലെ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം അനുസരിച്ച് 6 പോയിന്റെങ്കിലും നേടുന്നവർക്ക് 1 വർഷക്കാലത്ത് റെസിഡന്റ് പെർമിറ്റ് നൽകുന്നു. അത് റിന്യൂ ചെയ്യാൻ കഴിയുന്ന ഓപ്ഷനും കൊണ്ടുവന്നു. മറ്റ് പല രാജ്യങ്ങൾ പോലെ തന്നെ ജർമ്മനിയിലും ഏജ് ലിമിറ്റ് ഉണ്ട്. 45 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ജർമ്മനിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനാവുക, ജോലികൾക്കായി എത്താനായി സാധിക്കുക. 25 മുതൽ 45 വയസ്സ് വരെയാണ് ഈ ഒരു ഏജ് ലിമിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്പെഷ്യൽ കാറ്റഗറി ജോലികൾക്ക് 45 വയസ്സിന് മേൽ പ്രായമുള്ളവർക്കും ജർമ്മനിയിലോട്ട് വരാമെങ്കിലും അതത്ര കോമൺ അല്ല. ഏറ്റവും അധികം വിദേശ ജോലിക്കാർ ജോലി ചെയ്യുന്ന ജർമ്മൻ സിറ്റിയാണ് ബ്രേമൻ. അവിടുത്തെ 36.5% സ്കിൽഡ് മൈഗ്രൻസും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്ന് ജോലി ചെയ്യുന്നവരാണ്. മറ്റ് രാജ്യങ്ങളിലൊക്കെ അവസരങ്ങൾ കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ജർമ്മനിയിലോട്ട് വരാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. അതിന് പ്രധാന കാരണം ജർമ്മനിയിലെ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. കോഴ്സിന് ശേഷം അവിടെ തുടരാൻ പറ്റുന്ന ഒട്ടേറെ ഓപ്ഷനുകൾ നിലനിൽക്കുന്നു. ജർമ്മനിയിലോട്ട് വരുന്നതിനുള്ള പ്രധാന ക്രൈറ്റീരിയയാണ് ജർമ്മൻ നന്നായി കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം എന്നുള്ളത്. അതിന് വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ജോബ് വിസയിൽ വരുന്നവർക്കും പ്രത്യേക ക്രൈറ്റീരിയകളാണ് ലാംഗ്വേജിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി അവസരങ്ങൾ നൽകുന്ന രാജ്യമാണ് ജർമ്മനിയെങ്കിലും ഈ ജർമ്മൻ ലാംഗ്വേജ് പാസ്സാകുക എന്നുള്ളതാണ് പലർക്കും ഏറ്റവും വലിയ പ്രശ്നമായി മാറുക. പല സമയങ്ങളിലും നിരവധി അറ്റംപ്റ്റുകൾക്ക് ശേഷമാണ് പലരും ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവുക. ഇപ്പോൾ ഇംഗ്ലീഷിന്റെ കാര്യത്തിലാണെങ്കിൽ സ്കൂൾ തലം മുതൽ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എല്ലാവരും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നു. എന്നാൽ ജർമ്മൻ അത്ര കോമൺ അല്ലാത്തത് കൊണ്ട് തന്നെ പുതുതായി ഈ ലാംഗ്വേജ് പഠിക്കുകയും വേണം. അതിൽ എക്സ്പേർട്ട് ആയതിനു ശേഷം മാത്രമാണ് ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകാനും സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു തവണ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ വരികയാണെങ്കിൽ സ്ഥിരമായി സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ കൂടിയാണ് അവർക്ക് ലഭിക്കുക. വികസിത രാജ്യത്ത്, അതും യൂറോപ്പിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നിൽ സ്ഥിരമായി സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയാണ് അവർക്ക് ലഭിക്കുക. ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതിന് ശേഷം ജർമ്മനി ഉൾപ്പെടെയുള്ള കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് അവർക്ക് ജോലി ചെയ്യാനായി സാധിക്കുകയുള്ളൂ. ഇംഗ്ലീഷിന്റെ കാര്യത്തിലാണെങ്കിൽ നിരവധി ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ ജോലി ചെയ്യാനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നു. ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ സെറ്റിൽ ചെയ്യുക എന്നുള്ളത് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. കാരണം ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളത് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാകുന്നതിനേക്കാൾ എളുപ്പമായതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പെട്ടെന്ന് പാസ്സാകാവുന്ന ഒരു ടെസ്റ്റ് മാത്രമാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ ബേസിക് മുതൽ പഠിക്കേണ്ടി വരും. അതല്ലെങ്കിൽ സ്കൂൾ തലത്തിലൊക്കെ സെക്കൻഡ് ലാംഗ്വേജായി ജർമ്മൻ പഠിച്ചവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ജർമ്മനിയിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളും അവർക്കുണ്ട്. മികച്ച സാലറിയും നല്ല ജോലിയും നല്ല ജീവിത നിലവാരവുമുള്ള രാജ്യമാണ് ജർമ്മനി. അതുകൊണ്ട് തന്നെയാണ് ധാരാളം പേർ ഇപ്പോൾ ജർമ്മനിയിലോട്ട് വരുന്നതും ഒരു തവണ ജർമ്മനിയിലെത്തിയാൽ അവിടെ തന്നെ സ്ഥിരമായി തുടരാനുള്ള ഓപ്ഷനുകൾ കണ്ടെത്തുന്നതും. അവിടെ വെൽക്കമിംഗ് ആയിട്ടുള്ള രാജ്യമായതുകൊണ്ട് തന്നെ വിസ നിയമങ്ങളിലും അത്ര കർശനമായ നിലപാടുകളല്ല ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. നിരവധി ഒഴിവുകൾ രാജ്യത്ത് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കമ്പനികളും സ്ഥാപനങ്ങളും വിസ നൽകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുകളും കാണിക്കാറില്ല. എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും അവരെ പരമാവധി പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങളാണ് പ്രധാന കമ്പനികളും ഗവൺമെന്റും സ്വീകരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിന് വളരെ എളുപ്പത്തിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന രാജ്യമായി ജർമ്മനി മാറിയിരിക്കുന്നു. ധാരാളം അവസരങ്ങളാണ് ജർമ്മനിയിൽ ഓരോ വർഷവും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സാമ്പത്തികമായി മുന്നേറ്റമുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഗവൺമെന്റ് മുഖ്യ പ്രാധാന്യം നൽകുന്നു. ധാരാളം അപ്ഡേറ്റുകളാണ് ജർമ്മനിയിൽ ഓരോ ദിവസവും ഉണ്ടാകുന്നത്. കൂടുതൽ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം.